നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തീയതി കുറിച്ചതോടെ ആവേശ പോരാട്ടത്തിലേക്ക് രാഷ്ട്രീയ കേരളം. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വേഗത്തിൽ നടത്തിയതിന്റെ ആത്മവിശ്വാസത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ പ്രചരണത്തിനിറങ്ങി. UDF NDA സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി കഴിയുന്നതോടെ വേനൽ ചൂടിനെ വെല്ലുന്ന രാഷ്ട്രീയ ചൂടിലേക്ക് നാട് പ്രവേശിക്കും. കുന്നംകുളം പൊർക്കളേങ്ങാട് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ വൈദ്യുതി തൂണിലിടിച്ച് ഡ്രൈവർക്ക് ദാരുണാന്ത്യം. പൊർക്കളേങ്ങാട് സ്വദേശി മുസ്ലിം വീട്ടിൽ മജീദിന്റെ മകൻ 49 വയസ്സുള്ള ഇല്യാസാണ് മരിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തി നറുക്കെടുപ്പ് ബുധനാഴ്ച. 56 അപേക്ഷകൾ ലഭിച്ചതിൽ 7 അപേക്ഷകൾ തള്ളി. ഇപ്പോഴത്തെ മേൽശാന്തി മൂർത്തിയിടത്ത് സുധാകരൻ നമ്പൂതിരി നറുക്കെടുക്കും. മില്ലുകാർ നെല്ല് സംഭരിക്കാത്തത് കർഷകർക്ക് തിരിച്ചടിയാകുന്നു. ചാലിശ്ശേരി പഞ്ചായത്ത് പെരുമണ്ണൂർ പാടശേഖരത്തിൽ കിലോ കണക്കിന് നെല്ലാണ് കെട്ടിക്കിടക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക്. തീയതി കുറിച്ചതോടെ രാഷ്ട്രീയ കേരളം നിയമസഭാ പോരിനിറങ്ങുകയാണ്. ഇടതുമുന്നണിയുടെ സംസ്ഥാനതല സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ കുന്നംകുളം മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി AC മൊയ്തീൻ റോഡ് ഷോ നടത്തി. സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ പ്രവർത്തകർക്കിടയിലും മണ്ഡലത്തിലും ആവേശം പകർന്നു നടന്ന റോഡ് ഷോയിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. കുന്നംകുളം നഗരസഭാ ഓഫീസ് പരിസരത്തു നിന്നാണ് പ്രചരണം ആരംഭിച്ചത്. തുറന്ന ജീപ്പിൽ AC മൊയ്തീൻ അഭിവാദ്യം സ്വീകരിച്ചു. നഗരം ചുറ്റി പഴയ ബസ് സ്റ്റാൻഡിന് സമീപം സമാപിച്ചു. കുന്നംകുളത്ത് നിന്നും ഇത് 3ാം തവണയാണ് AC മൊയ്തീൻ ജനവിധി തേടുന്നത്. റോഡ് ഷോയിൽ LDF നേതാക്കളും ജനപ്രതിനിധികളും പങ്കെടുത്തു. നേതാക്കളായ M ബാലാജി, TK വാസു, MN സത്യൻ, K കൊച്ചനിയൻ, PG ജയപ്രകാശ് തുടങ്ങിയവർ നേതൃത്വം നൽകി. CPM സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ ഇടത് സ്ഥാനാർത്ഥികൾ കളത്തിലിറങ്ങി. കുന്നംകുളത്ത് സ്ഥാനാർത്ഥിയുടെ പേരെഴുതിയുള്ള ചുവരെഴുത്തും പോസ്റ്റർ പ്രചരണമെല്ലാം സജീവമായി. കുന്നംകുളത്ത് സിറ്റിംഗ് MLAയും മുൻ മന്ത്രിയുമായ AC മൊയ്തീനെ തന്നെ വീണ്ടും കളത്തിലിറക്കി. മണ്ഡലം നിലനിർത്താനുള്ള ഉറച്ച നീക്കത്തിലാണ് LDF. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന നിമിഷം മുതൽ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലായി. മണ്ഡലത്തിലെ മുക്കിലും മൂലയിലും ഇപ്പോൾ AC മൊയ്തീന്റെ പോസ്റ്ററുകളും ചുവരെഴുത്തുകളും നിറയുകയാണ്. മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന കരുത്തുറ്റ ക്യാപ്ഷനോടെയാണ് ചുവരുകളിൽ സ്ഥാനാർത്ഥിക്കായി വോട്ട് അഭ്യർത്ഥിക്കുന്നത്. നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ ചുവരെഴുത്തുകൾ പൂർത്തിയായി കഴിഞ്ഞെങ്കിലും പല ഭാഗങ്ങളിലും എഴുത്തുജോലികൾ പുരോഗമിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ പ്രധാന ജംഗ്ഷനുകളിലും പൊതു ഇടങ്ങളിലും സ്ഥാനാർത്ഥിയുടെ ചിത്രമടങ്ങിയ പോസ്റ്ററുകളും പതിപ്പിച്ചു കഴിഞ്ഞു. കുന്നംകുളം ഗുരുവായൂർ റോഡിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ കൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ ഇതിനകം തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ വലിയ ഫ്ലക്സുകളും ബോർഡുകളും ഉയരും. കുന്നംകുളത്ത് ഹാട്രിക് വിജയം ലക്ഷ്യമിട്ട് LDF കച്ചമുറുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടക്കുന്നത്. മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും വ്യക്തിപരമായ സ്വാധീനവും വോട്ടായി മാറുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി. കഴിഞ്ഞ കാലയളവിൽ മണ്ഡലത്തിൽ കൊണ്ടുവന്ന അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളാണ് പ്രധാനമായും LDF പ്രചരണത്തിന് വിഷയമാക്കുന്നത്. UDF NDA സ്ഥാനാർത്ഥികൾ കൂടി രംഗത്തെത്തുന്നതോടെ കുന്നംകുളത്തെ പോരാട്ടത്തിന് ചൂടേറും എന്ന് ഉറപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വടക്കേക്കട് മേഖലയിൽ കേന്ദ്രസേന പോലീസ് സംയുക്ത റൂട്ട് മാർച്ച് നടത്തി. കേന്ദ്ര സായുധ സേനയായ SSB സേനാംഗങ്ങളും വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരും മാർച്ചിൽ പങ്കെടുത്തു. വടക്കേക്കാട് സെന്ററിൽ നിന്നും തുടങ്ങിയ മാർച്ച് ആൽത്തറ സെന്ററിൽ സമാപിച്ചു. 35 ബറ്റാലിയൻ അസിസ്റ്റന്റ് കമാൻഡന്റ് സിദ്ധാർത്ഥ് സിംഗിന്റെ നേതൃത്വത്തിൽ നടന്ന റൂട്ട് മാർച്ചിൽ 70-ലധികം കേന്ദ്ര സായുധ സേനാംഗങ്ങൾ പങ്കെടുത്തു. വടക്കേക്കാട് SHO PP ജസ്റ്റിൻ, സബ് ഇൻസ്പെക്ടർ മൻസൂർ എന്നിവരും പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. തൃശൂർ സിറ്റി സ്റ്റേഷൻ പരിധിയിലെ സുപ്രധാന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് വരും ദിവസങ്ങളിൽ റൂട്ട് മാർച്ചുകൾ നടത്തുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ R ദേശ്മുഖ് അറിയിച്ചു. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രചരണത്തിലും മേൽക്കൈ നേടി മണലൂരിലെ ഇടതുപക്ഷം. കഴിഞ്ഞ ദിവസം CPIM, CPI എന്നീ കക്ഷികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. സംസ്ഥാനത്ത് CPIM സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ മണലൂരിലെ സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിനായുള്ള ചുവരെഴുത്തുകളും പോസ്റ്റർ പ്രചരണവും സജീവമാക്കി പ്രവർത്തകർ. മണ്ഡലത്തിൽ ഉൾപ്പെട്ട ചൂണ്ടൽ, കണ്ടാണശ്ശേരി പഞ്ചായത്തുകളിലാണ് മതിലെഴുത്ത് സജീവമായി ആരംഭിച്ചിട്ടുള്ളത്.
സംസ്ഥാനത്താകമാനമുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ പ്രൊഫസർ സി രവീന്ദ്രനാഥിന് അഭിവാദ്യമർപ്പിച്ച് മണ്ഡലത്തിലുടനീളം പ്രകടനങ്ങൾ നടന്നിരുന്നു. സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയും നടത്തിയ ശേഷമാണ് പ്രചരണ പ്രവർത്തകർ സജീവമായിട്ടുള്ളത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരും മുമ്പ് തന്നെ ചുവരുകളിൽ പാർട്ടിയുടെ ചിഹ്നവും LDF സ്ഥാനാർത്ഥിയെന്നും രേഖപ്പെടുത്തിയിരുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം വന്ന് മണിക്കൂറുകൾക്കകം തന്നെ പ്രചരണത്തിൽ മേൽക്കൈ നേടാൻ കഴിഞ്ഞത് പ്രവർത്തകർക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകിയിട്ടുള്ളത്. UDFന്റെ സ്ഥാനാർത്ഥിയായുള്ള TN പ്രതാപന്റെ പ്രചരണവും സജീവമാണ്. ആദ്യഘട്ടത്തിൽ തന്നെ പോസ്റ്റർ പതിച്ച് പ്രചരണത്തിൽ വലിയ കുതിപ്പ് നേടാൻ UDFനായിരുന്നു. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പ്രതാപനായി തയ്യാറാക്കിയ പോസ്റ്ററാണ് പതിച്ചിട്ടുള്ളതെന്ന ആരോപണവുമായി ചില കേന്ദ്രങ്ങൾ രംഗത്തെത്തിയിരുന്നു. NDA സ്ഥാനാർത്ഥിയായി BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിന്റെ പേര് പ്രഖ്യാപിച്ചതോടെ മണലൂരിലെ പോരാട്ടം കനക്കുമെന്നതിൽ സംശയമില്ല. മറ്റു വാർത്തകളിലേക്ക്. കുന്നംകുളം പൊർക്കളേങ്ങാട് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ വൈദ്യുതി തൂണിലിടിച്ച് ഡ്രൈവർക്ക് ദാരുണാന്ത്യം. പൊർക്കളേങ്ങാട് സ്വദേശി മുസ്ലിം വീട്ടിൽ മജീദിന്റെ മകൻ 49 വയസ്സുള്ള ഇല്യാസാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രി 11:30യോടെയായിരുന്നു അപകടം. ഇറക്കവും വളവും ഉള്ള ഭാഗത്ത് വെച്ച് ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ മറിഞ്ഞ ഓട്ടോറിക്ഷ ഇല്യാസിന്റെ ശരീരത്തിലേക്കാണ് വീണത്. നാട്ടുകാർ ഉടൻ തന്നെ ഇല്യാസിനെ ചൂണ്ടൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ഓട്ടോറിക്ഷയുടെ യന്ത്ര തകരാറാകാം അപകടത്തിന് കാരണമായത് എന്നാണ് പ്രാഥമിക നിഗമനം. മൃതദേഹം ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ കുന്നംകുളം പോലീസ് കേസെടുത്ത് മേൽ നടപടികൾ സ്വീകരിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തി നറുക്കെടുപ്പ് ബുധനാഴ്ച നടക്കും. 56 അപേക്ഷകളാണ് ഇത്തവണ ലഭിച്ചത്. ഇതിൽ 7 അപേക്ഷകൾ തള്ളി. ബാക്കിയുള്ള 49 പേർക്ക് കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകാൻ ദേവസ്വം കത്തയച്ചു. ദേവസ്വം ഓഫീസിൽ 18-ന് രാവിലെ അപേക്ഷകരുമായി തന്ത്രി അഭിമുഖം നടത്തി യോഗ്യരായവരെ തെരഞ്ഞെടുക്കും. ക്ഷേത്രത്തിൽ ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്നാൽ നറുക്കെടുപ്പ് നടക്കും. യോഗ്യത നേടിയവരുടെ പേരുകൾ എഴുതി വെള്ളിക്കുടത്തിൽ നിക്ഷേപിക്കും. ഇപ്പോഴത്തെ മേൽശാന്തി മൂർത്തിയടത്ത് സുധാകരൻ നമ്പൂതിരി നറുക്കെടുക്കും. നിയുക്ത മേൽശാന്തി 12 ദിവസം ക്ഷേത്രത്തിൽ ഭജനമിരുന്ന് 31-ന് രാത്രി ചുമതലയേൽക്കും. ഏപ്രിൽ 1 മുതൽ 6 മാസമാണ് കാലാവധി. അതുവരെ പുറപ്പെടാ ശാന്തിയായി ക്ഷേത്രത്തിൽ തന്നെ താമസിച്ച് പൂജകൾ നിർവഹിക്കും. പോർക്കുളം മങ്ങാട് യുവാവിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മങ്ങാട് വീട്ടിൽ മോഹനന്റെ മകൻ 35 വയസ്സുള്ള മഹേഷാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രി 10:30യോടെ വീടിനടുത്തുള്ള മാധവന്റെ ആളൊഴിഞ്ഞ പറമ്പിൽ സുഹൃത്തുക്കളുടെയും സഹോദരന്റെയും കൂടെ മഹേഷ് സംസാരിച്ചിരുന്നതായി പറയുന്നു. തുടർന്ന് എല്ലാവരും പിരിഞ്ഞുപോയി. വീട്ടിലെത്തിയ സഹോദരൻ മഹേഷിനെ കാണാത്തതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലാണ് രാത്രി 1 മണിയോടെ പറമ്പിലെ കിണറ്റിൽ കണ്ടെത്തിയത്. കുന്നംകുളം ഫയർഫോഴ്സ് സ്ഥലത്തെത്തി കിണറ്റിൽ നിന്നും പുറത്തെടുത്ത് കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മില്ലുകാർ നെല്ല് സംഭരിക്കാത്തത് കർഷകർക്ക് തിരിച്ചടിയാകുന്നു. ചാലിശ്ശേരി പഞ്ചായത്ത് പെരുമണ്ണൂർ പാടശേഖരത്തിൽ കിലോ കണക്കിന് നെല്ലാണ് കെട്ടിക്കിടക്കുന്നത്. വിളവെടുപ്പ് കഴിഞ്ഞ് 1.5 മാസമായിട്ടും നെല്ല് സംഭരണം ആരംഭിക്കാത്തതോടെ 1000-ലധികം ചാക്ക് നെല്ല് പാടത്തും വീടുകളിലുമായി കെട്ടിക്കിടക്കുകയാണ്. വീട്ടിൽ സൂക്ഷിക്കാൻ സൗകര്യമില്ലാത്ത 3 കർഷകരുടെ 200 ചാക്ക് നെല്ല് ഇപ്പോഴും പാടത്തു തന്നെയാണ് കെട്ടിക്കിടക്കുന്നതെന്ന് കർഷകനായ പ്രമോദ് പറഞ്ഞു. മഴ പെയ്തിട്ട് അതിനായുള്ള മുഴുവൻ വെള്ളം വരുമ്പോ കണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട്. അവിടെ കിടന്നിരുന്ന എല്ലൊക്കെ മേലേക്ക് കയറ്റി വെച്ചുള്ളതാണ്. പിന്നെ ഇത് കുറെ നനഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ടാർപ്പായ എടുത്തിട്ട് ഉണക്കി 2ാം ട്രിപ്പ് പായിട്ട് ക്ലിയർ ചെയ്ത് വെച്ചുള്ളതാണ്. ഇത് ടോട്ടൽ ഇപ്പൊ ഈ ഇരിക്കണത് 200 ചാക്ക് ഉണ്ട്. പിന്നെ മേലെ കയറ്റിച്ചത് വേറെ 100 ചാക്ക് വേറെ ഇരിക്കുന്നുണ്ട്. ആകാശം കറുത്താൽ തന്നെ നെഞ്ചു നീറുന്ന അവസ്ഥയാണെന്നുള്ള ആശങ്ക കർഷകൻ ഗോപി പങ്കുവച്ചു. ഇത് എന്നും വന്ന എടുത്തിടുക, ടാർപ്പായ വാടകയ്ക്ക് കൊടുത്തിട്ടാണ് അതിന് വാടക കൊടുക്കണം. എന്നപോലെ അതൊക്കെ പന്നികളും ഇതൊക്കെ കുത്തി കേടിയെടുത്താൽ കുത്തി പൊളിക്കുക. അങ്ങനെ കഴിഞ്ഞ 1 മാസത്തോളമായി ഞങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടി. 1 മാസത്തിന് മേലെ ഇവിടെ കൊടുക്കും. 1 മാസത്തിന് മേലെ ഇപ്പൊ ഇവിടെ കൊടുന്ന് ബുദ്ധിമുട്ടിട്ടോടെ കിടക്കും. എത്ര ചാക്ക് അരിയുന്നു? ഇത് 130 ചാക്ക് ഇവിടെ ഉണ്ട്. 40 ചാക്ക് അങ്ങേപ്പുറത്ത് കിടക്കാനുണ്ട്. ഈ പാടത്ത് 10-250 ചാക്ക് അവിടെ കിടക്കാനുണ്ട്. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളും അടങ്ങാറിലും കിടന്നിട്ട് നശിക്കുകയാണ് ഞങ്ങള്. ഒരു പണിക്കും തരത്തിനും പോകാൻ പറ്റുന്നില്ല. നമുക്ക് കൂലിപ്പണി എടുത്തല്ലാതെ നമുക്ക് തിന്നാണ്. നമുക്ക് കൂലിപ്പണി എന്നവര് കൊണ്ടുവന്ന് ഒന്നും ഉറപ്പ് പറഞ്ഞിട്ടില്ല. ഒന്നും ഉറപ്പില്ല. സംഭരണത്തിനായി ടോക്കൺ ലഭിച്ച് 1 മാസം കഴിഞ്ഞിട്ടും മില്ലുകാർ നെല്ലെടുക്കാനെത്താത്തതാണ് കർഷകർക്ക് ആശങ്കയാകുന്നതെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ പറയുന്നു. മഴ പെയ്യുമോ എന്ന ആശങ്കയ്ക്ക് പുറമെ കാട്ടുപന്നി ശല്യവും ഭയക്കേണ്ട അവസ്ഥയിലാണ് കർഷകർ. നെല്ല് സംരക്ഷിക്കാൻ ടാർപ്പായകൾ വരെ വാടകയ്ക്കെടുത്ത് മറച്ചുവെച്ചിരിക്കുകയാണ്. വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് വാർഡ് മെമ്പർ കാസിം, ജില്ലാ കളക്ടർ, സപ്ലൈകോ അധികൃതർ എന്നിവരുമായി ബന്ധപ്പെട്ടുവെങ്കിലും നെല്ല് സംഭരണം വൈകുന്നതിനെക്കുറിച്ച് അറിവില്ലെന്നാണ്
PMO ഓഫീസിൽ നിന്ന് ലഭിച്ച മറുപടി. അതേസമയം ഉടൻ നെല്ല് സംഭരണം നടത്താമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ടെങ്കിലും അത് എത്രത്തോളം നടപ്പാകുമെന്ന ആശങ്ക കർഷകർക്കുണ്ട്. കാലവർഷം എത്തുന്നതിന് മുമ്പ് തന്നെ നെല്ല് സംഭരണം നടത്തി കർഷകരുടെ ആശങ്ക അകറ്റണമെന്നും പഞ്ചായത്ത് കേന്ദ്രീകൃതമായ വിത്തുൽപാദന കേന്ദ്രങ്ങളും സംഭരണശാലകളും അരിമില്ലുകളും സ്ഥാപിക്കാനുള്ള സാധ്യതകൾ അധികൃതർ പരിശോധിക്കേണ്ട സമയമാണിതെന്നും പെരുമണ്ണൂർ പാടശേഖര സമിതി പ്രസിഡന്റ് KS രാജേന്ദ്രൻ പറഞ്ഞു. ഇന്നലെ ഭാഗ്യവശാൽ അദ്ദേഹം വരികയുണ്ടായി. അതിലൊരു സന്തോഷവും നന്ദിയും ഞങ്ങൾക്കുണ്ടായി. ഇവിടുത്തെ 4-ാം വാർഡിലെ മെമ്പർ ശ്രീ കാസിം ഇവിടെ വന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട് പാഡി മാനേജ്മെന്റ് ഓഫീസർമാരെ വിളിക്കുകയുണ്ടായി. അതുപോലെ തന്നെ കലക്ടറെ വിളിച്ചു. അദ്ദേഹം ഈ പരാതികൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഫെബ്രുവരി 3-ന് ചേർന്ന വിപുലമായ യോഗത്തിൽ ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്തിരുന്നുവെങ്കിലും ഇതുവരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വർഷം മുഴുവൻ മണ്ണിനൊപ്പം ജീവിച്ചവരുടെ വിയർപ്പിന് വില കിട്ടുന്ന ദിവസത്തെ കാത്തിരിക്കുകയാണ് പെരുമണ്ണൂർ പാടശേഖരത്തിലെ കർഷകർ. CCTVയുടെ സീനിയർ റിപ്പോർട്ടർ ഹരി ഇല്ലത്തിന് ആദരം. കൊരട്ടിക്കര വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന്റെ ഭാഗമായി നടക്കുന്ന കലാസന്ധ്യയിലായിരുന്നു പ്രാദേശിക മാധ്യമ രംഗത്തെ പ്രവർത്തന മികവിന് ഹരി ഇല്ലത്തിനെ ഉപഹാരം നൽകി ആദരിച്ചത്. ചടങ്ങ് പ്രശസ്ത കളമെഴുത്തുപാട്ട് കലാകാരൻ കല്ലാറ്റ് മണികണ്ഠക്കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് പ്രഭാത് മുല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രശസ്ത മേളപ്രമാണി വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായർ, ക്ഷേത്ര അടിയന്തര മേളക്കാരൻ മണികണ്ഠൻ, രാജുമാരാർ, ധൂളിതള പുരസ്കാര ജേതാവ് ഗൗരി നന്ദൻ, ക്ഷേത്രം ജീവനക്കാരി ലക്ഷ്മിയമ്മ, മനോരമ ലേഖകൻ രവി കൂനത്ത്, വാർഡ് മെമ്പർ TA ശശി എന്നിവരെയും ഉപഹാരം നൽകി ആദരിച്ചു. ക്ഷേത്രം രക്ഷാധികാരി വിശ്വംഭരൻ നമ്പിയാട്ടിൽ, മാതൃസമിതി ഭാരവാഹികളായ ശ്രീജിനി പ്രസരൻ, ജീന സുഭാഷ് എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി ഘോഷ്കുമാർ സ്വാഗതവും വേണു നന്ദിയും പറഞ്ഞു. തുടർന്ന് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കണ്ടെയ്നറുകളിലും മറ്റും ഇന്ധനം നൽകരുതെന്ന നിർദ്ദേശം യാത്രക്കാരെ വലയ്ക്കുന്നതായി ആക്ഷേപം. പെട്രോളും ഡീസലും കണ്ടെയ്നറുകളിലും മറ്റും നൽകരുതെന്നും ലംഘിക്കുന്ന പമ്പുകൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നുമാണ് പെട്രോളിയം മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. തമിഴ്നാട്ടിൽ പ്ലാസ്റ്റിക് വാട്ടർ ജാറിൽ ഇന്ധനം നിറയ്ക്കുന്ന ഒരാളുടെ വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് സർക്കാരിന്റെ മുന്നറിയിപ്പ്. ഇന്ധനം സ്റ്റോക്ക് ചെയ്യരുതെന്നും ഉൽപ്പന്നങ്ങൾക്ക് ക്ഷാമമില്ലെന്നും ഉത്തരവിൽ പറയുന്നു. ഇത്തരം രീതിയിൽ ഇന്ധനം വാങ്ങി സൂക്ഷിക്കുന്നത് അപകടത്തിനിടയാക്കുമെന്നും കേന്ദ്രം അറിയിക്കുന്നു. സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കാൻ പമ്പുകൾക്കും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷിമൃഗാദികൾക്ക് കുടിക്കാനും കുളിക്കാനും പാത്രങ്ങൾ ഒരുക്കുന്ന പ്രവർത്തനവുമായി മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ PJ സ്റ്റൈജു മാസ്റ്റർ ശ്രദ്ധ നേടുന്നു. കഴിഞ്ഞ വർഷം തൃശൂർ ജില്ലയിലെ 52ഓളം UP വിദ്യാലയങ്ങളിൽ സ്റ്റൈജുവിന്റെ നേതൃത്വത്തിൽ സൗജന്യമായി പാന സ്നാനപാത്രങ്ങൾ വിതരണം ചെയ്തിരുന്നു. ഈ വർഷത്തെ ചാവക്കാട് ഉപജില്ലാതല വിതരണ ഉദ്ഘാടനം മമിയൂർ LFC UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രധാനാധ്യാപിക സിസ്റ്റർ സിമി മരിയ വിദ്യാർത്ഥികൾക്ക് പാത്രങ്ങൾ വിതരണം ചെയ്ത് നിർവഹിച്ചു. PJ സ്റ്റൈജു മാസ്റ്റർ പദ്ധതി വിശദീകരണം നടത്തി. അധ്യാപകരായ സിസ്റ്റർ മെരിലാൻഡ് തോമസ്, സഞ്ജു തോമസ്, സിന്ധു വർഗീസ്, സിജി ജോൺ എന്നിവർ പ്രസംഗിച്ചു. വീടുകളിലെ വാട്ടർ ടാങ്കുകളിൽ നിന്നും ഓവർഫ്ലോ ആയി പോകുന്ന വെള്ളം പാത്രങ്ങളിൽ ശേഖരിക്കുന്നതാണ് പദ്ധതി. എല്ലാ വിദ്യാർത്ഥികൾക്കും പാത്രങ്ങൾ നൽകുന്നത് പ്രായോഗികമല്ലെന്നും സെമിനാറിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ സ്വന്തമായി ഈ പദ്ധതി നെഞ്ചേറ്റുമെന്ന പ്രതീക്ഷയിലാണ് മാസ്റ്റർ. കുന്നംകുളം ഉപജില്ലയിലെ വിതരണോദ്ഘാടനം ചൊവ്വന്നൂർ സെന്റ് മേരീസ് സ്കൂളിലും മുല്ലശ്ശേരി ഉപജില്ലയിലെ മുല്ലശ്ശേരി സെന്റ് ജോസഫ് സ്കൂളിലുമാണ് തുടക്കം കുറിച്ചത്. വരും ദിവസങ്ങളിൽ വലപ്പാട് ഉപജില്ലയിലെ സ്കൂളുകളിൽ പാത്രങ്ങൾ വിതരണം ചെയ്യുമെന്ന് മാസ്റ്റർ പറഞ്ഞു. തനിക്ക് ലഭിക്കുന്ന ശമ്പള വിഹിതത്തിന്റെ ഒരു ഭാഗം മാറ്റിവെച്ചാണ് മാസ്റ്റർ ഇത്തരം പദ്ധതികൾക്കായി പണം കണ്ടെത്തുന്നത്. 24 കേരള ബറ്റാലിയൻ NCCയിലെ മേജർ റാങ്കിലുള്ള അസോസിയേറ്റഡ് NCC ഓഫീസറാണ് സ്റ്റൈജു. വേലൂർ ഫൊറോന CLCയുടെ നേതൃത്വത്തിൽ 464-ാം ലോക CLC ദിനാചരണവും ജനറൽ ബോഡി യോഗവും തലക്കോട്ടുകര പള്ളി വികാരി ഫാദർ ക്ലെമന്റ് വാഴപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. തലക്കോട്ടുകര സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിൽ നടന്ന ദിനാചരണത്തിൽ CLC ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കപ്പെട്ട ഡിൽജോ തരകനെ ആദരിച്ചു. വേലൂർ ഫൊറോന CLC പ്രസിഡന്റ് റെൻസൺ CF, സെക്രട്ടറി അനിഖ വിജു, തലക്കോട്ടുകര CLC പ്രസിഡന്റ് ഡോണി ജാക്സൺ, ജോയിന്റ് സെക്രട്ടറി അസ്വിൻ, പ്രൊമോട്ടർ ഫാദർ ജിയോ ചിരിയങ്കണ്ടത്ത്, ജോയിന്റ് സെക്രട്ടറി സാംസൺ ജോസ്, വേലൂർ ഫൊറോന CLC സെക്രട്ടറി എന്നിവർ സംബന്ധിച്ചു. മെയ് 10-ാം തീയതി മെഗാ CLC യൂത്ത് മീറ്റ് നടത്താൻ യോഗം തീരുമാനിച്ചു. ഫൊറോനയിലെ 13 പള്ളികളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു.
29ാം പാലയൂർ മഹാതീർത്ഥാടനത്തോടനുബന്ധിച്ചുള്ള പാലയൂർ ബൈബിൾ കൺവെൻഷൻ അഭിഷേകാഗ്നിക്ക് തുടക്കമായി. മാർച്ച് 15 മുതൽ 19 വരെയുള്ള ദിവസങ്ങളിലാണ് കൺവെൻഷൻ നടക്കുക. മെൽബൺ രൂപത ബിഷപ്പ് എമിരറ്റസ് മാർ ബോസ്കോ പുത്തൂർ ഉദ്ഘാടനം നിർവഹിച്ചു. കൺവെൻഷന് മുന്നോടിയായുള്ള ബൈബിൾ പ്രതിഷ്ഠാകർമ്മവും അദ്ദേഹം നിർവഹിച്ചു. ഫാദർ സേവിയർ വട്ടായിൽ PDM, ഫാദർ സാംസൺ ക്രിസ്റ്റി PDM എന്നിവരുടെ നേതൃത്വത്തിലാണ് ധ്യാനം നടക്കുന്നത്. 15,000 പേർക്ക് പങ്കെടുക്കുവാനുള്ള മറ്റു സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് 5 മണിക്ക് കുരിശിന്റെ വഴി, തുടർന്ന് വിശുദ്ധ കുർബാന, വചന സന്ദേശം, ദിവ്യകാരുണ്യ ആരാധന എന്നീ ക്രമത്തിലാണ് ബൈബിൾ കൺവെൻഷൻ സജ്ജീകരിച്ചിരിക്കുന്നത്. മറ്റു ദിവസങ്ങളിൽ കൗൺസിലിംഗ്, രോഗശാന്തി, ബന്ധന ശുശ്രൂഷ, കുമ്പസാരം എന്നിവ ഉണ്ടായിരിക്കും. പറപ്പൂർ, കണ്ടശാങ്കടവ്, മറ്റം, പാലയൂർ തുടങ്ങി ഫൊറോനകളിൽ നിന്നും ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ വരുന്നവർക്ക് തിരിച്ചുപോകുവാൻ വാഹന സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിൾ കൺവെൻഷന്റെ സമാപന ദിവസമായ മാർച്ച് 19-ാം തീയതി തൃശൂർ അതിരൂപത മെത്രാപ്പൊലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് സമാപന സന്ദേശം നൽകും. ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ, അസിസ്റ്റന്റ് വികാരി ഫാദർ നിതിൻ താഴത്ത്, കൺവെൻഷൻ ഫൊറോന ചെയർമാൻ ഫാദർ ഫ്രാൻസിസ് നീലങ്കാവിൽ, ഫാദർ അഗസ്റ്റിൻ കുളപ്പുറം TOR എന്നീ വൈദികർ സന്നിഹിതരായിരുന്നു. ഇടവക ട്രസ്റ്റി ഫ്രാൻസിസ് CO, മഹാതീർത്ഥാടനം ജനറൽ കൺവീനർ ഷാജു TJ, ബൈബിൾ കൺവെൻഷൻ കൺവീനർ സെബാസ്റ്റ്യൻ CT, ജോയിന്റ് കൺവീനർ സ്മിത തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കേച്ചേരി പീപ്പിൾസ് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറയും ഇഫ്താർ സംഗമവും നടത്തി. കേച്ചേരി ജ്ഞാനപ്രകാശിനി UP സ്കൂളിൽ നടന്ന ഇഫ്താർ സംഗമം കേച്ചേരി മഹല്ല് പ്രസിഡന്റ് മൊയ്തുട്ടി ഹാജി ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി പ്രസിഡന്റ് നസീർ കേച്ചേരി അധ്യക്ഷനായി. ഹമീദ് മുസ്ലിയാർ റംസാൻ സന്ദേശവും പ്രത്യേക പ്രാർത്ഥനയും നടത്തി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആൻഡോ പോൾ, ചൂണ്ടൽ പഞ്ചായത്ത് അംഗങ്ങളായ TO സെബി, അനുഷ ജാഫർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് RM ബഷീർ എന്നിവർ സംസാരിച്ചു. സൊസൈറ്റി ഭാരവാഹികളായ RV അബ്ദുൾ മാലിക്, ജിൻഡോ വിൻസെന്റ്, പത്മജ ബാലകൃഷ്ണൻ, സീതാ കുമാരൻ എന്നിവർ നിർധന കുടുംബങ്ങൾക്കുള്ള അരി വിതരണം നടത്തി. 150ഓളം പേർ നോമ്പുതുറയിൽ പങ്കെടുത്തു. കേരളത്തിലെ പ്രസിദ്ധരായ കഥകളി കലാകാരന്മാരെ വാർത്തെടുത്ത തിച്ചൂർ കാവുങ്ങൽ കളരി വീണ്ടും സജീവമാകുന്നു. പുനരുദ്ധാരണം നടത്തിയ കാവുങ്ങൽ കളരിയുടെ ആചാര്യ പദവി കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ ആശാൻ ഏറ്റെടുത്തു. കേരളത്തിന്റെ തനത് പൈതൃക കലയായ കഥകളിയെക്കുറിച്ച് പറയുമ്പോൾ തിച്ചൂർ കാവുങ്ങൽ കളരിയെ മാറ്റി നിർത്താനാകില്ല. ഒട്ടനവധി കഥകളി ആചാര്യന്മാർക്കാണ് ഈ കളരി ജന്മം നൽകിയിട്ടുള്ളത്. കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയ പ്രശസ്ത കഥകളി ആചാര്യന്മാരായിരുന്ന കാവുങ്ങൽ വലിയ ശങ്കരപ്പണിക്കർ, കാവുങ്ങൽ ശങ്കരക്കുട്ടി പണിക്കർ, പത്മശ്രീ കാവുങ്ങൽ ചാത്തുണ്ണി പണിക്കർ തുടങ്ങി ഒട്ടനവധി കലാകാരന്മാർ ഈ കളരിയിലെ പൂർവ്വസൂരികളാണ്. വർഷങ്ങൾക്ക് മുമ്പ് പ്രവർത്തനം നിലച്ച കളരി കാവുങ്ങൽ കുടുംബ ട്രസ്റ്റാണ് പുനരുദ്ധാരണം നടത്തിയത്. കഥകളിയിൽ അടുത്ത തലമുറയെ വാർത്തെടുക്കുക, കാവുങ്ങൽ കളരിയുടെ പഴയകാല പ്രശസ്തിയും പ്രൗഢിയും വീണ്ടെടുക്കുക എന്ന ലക്ഷ്യങ്ങളോടെയാണ് കാവുങ്ങൽ ട്രസ്റ്റ് കളരി വീണ്ടും സജീവമാക്കുന്നത്. ശ്രീചക്രം എൻ്റെ ഗുരുനാഥന്മാരുടെയും അച്ഛനമ്മമാരുടെയും അനുഗ്രഹത്താൽ ഞാൻ ഈ ആചാര്യന്മാരുടെ പാദുകത്തിൽ നമസ്കരിച്ചുകൊണ്ട് ഏറ്റെടുക്കുന്നു. നിങ്ങളെ എല്ലാവരെയും ഉറങ്ങുന്ന മനസ്സോടുകൂടി സ്നേഹവും അനുഗ്രഹവും മാത്രമാണ് ഇത് എൻ്റെ വിജയത്തിന് കാരണമാകുന്നത്. എല്ലായ്പ്പോഴും നിങ്ങളുടെ എല്ലാവരും സ്നേഹവും അനുഗ്രഹവും ഉണ്ടാവണമെന്ന് മാത്രം പ്രാർത്ഥിച്ചു കൊള്ളുന്നു. ചൊല്ലിയാട്ടം തുടങ്ങുന്നു. തറവാട്ടിലെ മുതിർന്ന അംഗം ശാരദാമയും കാരണവന്മാരായ കാവുങ്ങൽ അച്യുതപ്പണിക്കർ, കാവുങ്ങൽ അപ്പുപണിക്കർ, കാവുങ്ങൽ രാമകൃഷ്ണ പണിക്കർ, കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ ആശാൻ എന്നിവർ ചേർന്ന് കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ഭദ്രദീപം കൊളുത്തി കളരിയുടെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് കാവുങ്ങൽ കളരിയുടെ ആചാര്യ പദവി ബാലസുബ്രഹ്മണ്യൻ ആശാന് കൈമാറി. ഇതിനുശേഷം ബാലസുബ്രഹ്മണ്യൻ ആശാന്റെ നേതൃത്വത്തിൽ ദക്ഷയാഗം കഥകളിയിലെ ചൊല്ലിയാട്ടം നടത്തി. ശിവഭഗവാൻ സതീദേവിയെ വിവാഹം ചെയ്യുന്നത് മുതൽ ഭഗവാന്റെ തൃക്കണ്ണിൽ നിന്നും പിറന്ന വീരഭദ്രനോടും ഭദ്രകാളിയോടും വധിക്കാൻ പറയുന്നത് വരെയുള്ള 5 രംഗങ്ങളാണ് ചൊല്ലിയാടിയത്.
ദക്ഷനായി ചൊല്ലിയാടിയത് കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ ആശാനാണ്. ആശാന്റെ പ്രായം തളർത്താത്ത മെയ്ക്കരുത്തും മെയ്വഴക്കവും ചടുലമായ ചുവടുകളും ആംഗ്യഭാവാഭിനയവും കാണികളെ വിസ്മയിപ്പിച്ചു. ശിവഭഗവാനായി കാവുങ്ങൽ രമേശ് പണിക്കരും ഇന്ദ്രനായി കാവുങ്ങൽ അരവിന്ദാക്ഷൻ പണിക്കരും ചൊല്ലിയാടി. സംഗീതം ശ്രീരാജ് വർമ്മയും ജയദേവനും, ചെണ്ട കലാമണ്ഡലം നിതിൻ കൃഷ്ണനും, മദ്ദളം കലാമണ്ഡലം പ്രശാന്തും, കലാനിലയം മണികണ്ഠനും നിർവഹിച്ചു. കോട്ടപ്പടി കപ്പിയൂർ പ്രാർത്ഥനാലയത്തിൽ വിശുദ്ധ യൗസേപിതാവിന്റെ തിരുനാൾ ഭക്ത്യാദരപൂർവ്വം ആഘോഷിച്ചു. മാർച്ച് 7-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം നടന്ന കൊടിയേറ്റത്തോടെയാണ് തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായത്. തുടർന്നുള്ള ദിവസങ്ങളിൽ മധ്യസ്ഥ പ്രാർത്ഥന നടന്നു. പ്രധാന തിരുനാൾ ദിനമായ മാർച്ച് 14 ശനിയാഴ്ച വൈകിട്ട് 5:30 വളയെടുപ്പ്, ലതീഞ്ഞ്, നൊവേന, ആഘോഷമായ ദിവ്യബലി, തിരുനാൾ സന്ദേശം, തിരിപ്രദക്ഷിണം, നേർച്ച വിതരണം, സിനിമാ പ്രദർശനം എന്നിവ നടന്നു. വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ വി.ബി. പുറത്തൂക്കാരൻ എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രാർത്ഥനാലയ തിരുനാൾ ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ആഘോഷങ്ങളിൽ ഒട്ടേറെ വിശ്വാസികൾ സംബന്ധിച്ചു. നൂറടിത്തോട് വറ്റുന്നു. പൊന്നാനി കോൾപ്പടവ് മേഖലയിലെ വലിയ പടവായ പഴഞ്ഞി കൂട്ടുകൃഷി സംഘത്തിന്റെ 800 ഏക്കറിൽ കൃഷിയിറക്കിയ കോൾ കർഷകർ ആശങ്കയിൽ. നെല്ല് വിളയും വരെ വെള്ളം ലഭിക്കുമോ എന്ന പേടിയിലാണ് കർഷകരെ ആശങ്കയിലാക്കുന്നത്. ആദ്യം കൃഷിയിറക്കിയ കോൾപ്പാടങ്ങളിലെ കൊയ്ത്ത് പൂർത്തിയായിരുന്നു. എന്നാൽ അവസാനം കൃഷിയിറക്കിയ പഴഞ്ഞി കൂട്ടുകൃഷി സഹകരണ സംഘത്തിലെ കർഷകരാണ് വെള്ളം ലഭിക്കാനായി ഇപ്പോൾ നെട്ടോട്ടമോടുന്നത്. പഴഞ്ഞി കൂട്ടുകൃഷി സഹകരണ സംഘത്തിന്റെ തെക്കേ പടവിലും വടക്കേ പടവിലും നട്ട നെൽച്ചെടികൾക്ക് 100 ദിവസം മാത്രമേ മൂപ്പെത്തിയിട്ടുള്ളൂ. 120 മുതൽ 140 വരെ മൂപ്പുള്ള ഉമ്മ വിത്താണ് ഇവിടെ കൃഷി ഇറക്കിയിരിക്കുന്നത്. സുലഭമായി 20 ദിവസം കൂടി വെള്ളം കിട്ടിയാൽ മാത്രമേ മികച്ച വിളവ് കിട്ടുകയുള്ളൂ എന്ന് കർഷകർ പറയുന്നു. മറ്റു കോൾപ്പടവിൽ കൊയ്ത്ത് തുടങ്ങിയതോടെ തോട്ടിൽ അവശേഷിക്കുന്ന വെള്ളം ഇടത്തോടുകളിൽ ശേഖരിക്കുകയാണ് ഇപ്പോൾ കർഷകർ. ഇത് കൂടിയാൽ ഒരാഴ്ചത്തെ ആവശ്യമേ നടക്കുകയുള്ളൂ. ഇത്തവണ വേനൽ മഴ കാര്യമായി കിട്ടാത്തതും കർഷകർക്ക് തിരിച്ചടിയായിട്ടുണ്ട്. ഗുരുവായൂരിലെ ഹിന്ദു ഏകതാ സമ്മേളനം സംബോധ് ഫൗണ്ടേഷൻ കേരളത്തിന്റെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ദീപ പ്രോജ്വലനം നടത്തിയ യോഗത്തിൽ SNDP ഗുരുവായൂർ യൂണിറ്റ് പ്രസിഡന്റ് PS പ്രേമാനന്ദൻ അധ്യക്ഷത വഹിച്ചു. സംസ്കൃത സേവാരത്നം CP സനൽചന്ദ്രൻ പുന്നാട് മുഖ്യപ്രഭാഷണം നടത്തി. ഗുരുവായൂരിന്റെ കലാ, സാംസ്കാരിക, സാമൂഹിക മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങളെയും സംഘടനകളെയും ആദരിച്ചു. വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികൾക്ക് പുരസ്കാരങ്ങൾ നൽകി. ഡോക്ടർ സുരേഷ് നായർ, MR മുകുന്ദരാജ, പ്രൊഫസർ രാജലക്ഷ്മി, അനൂപ് ശർമ്മ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ യോഗക്ഷേമ സഭയുടെ തിരുവാതിര, കേളുവാശാൻ സ്മാരക ഐവർക്കളി, കോൽക്കളി പഠനകേന്ദ്രം അവതരിപ്പിച്ച കോൽക്കളി, ഐവർക്കളി എന്നിവയും അരങ്ങേറി. ഗാർഹിക വാണിജ്യ മേഖലകളിലെ പാചകവാതക ദൗർലഭ്യം പരിഹരിക്കണമെന്നും അന്യായമായ വില വർധനവ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി സമിതി കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കുന്നംകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന സമരത്തിൽ പ്രതീകാത്മകമായി അടുപ്പുകൂട്ടി പാചകം ചെയ്താണ് വ്യാപാരികൾ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. വ്യാപാരി വ്യവസായി സമിതി ഏരിയ സെക്രട്ടറി TC ചെറിയാൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ഏരിയ ട്രഷറർ PM സുരേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PA നസീർ, സുരേഷ്, അഷ്കർ എന്നിവർ സമരത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. ഏരിയ ജോയിന്റ് സെക്രട്ടറി AK സത്യൻ സ്വാഗതവും ഏരിയ വൈസ് പ്രസിഡന്റ് മനോജ് C ബേബി നന്ദിയും പറഞ്ഞു. വീടുകൾക്കകത്തേക്ക് ഗാർഹിക ആവശ്യത്തിനുള്ള ഗ്യാസുകളെല്ലാം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കിട്ടുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ 4-5 ദിവസങ്ങളായി ഗ്യാസിന്റെ ഏജൻസികളെ ഫോൺ ചെയ്താൽ ഫോൺ പോലും എടുക്കാത്ത അവസ്ഥയിലായി. വലിയ തോതിൽ ജനങ്ങൾ ദുരിതം അനുഭവിക്കാൻ പോവുകയാണ്. യുദ്ധത്തിന്റെ ഭാഗമായി നയപരമായ തീരുമാനമെടുക്കാൻ ഇന്ത്യയുടെ ഭരണാധികാരിയായ നരേന്ദ്രമോദി തയ്യാറാകുന്നില്ല. എന്താണ് ഇറാനോടുള്ള ഇത്ര ദേഷ്യപ്പെടാൻ കാരണം? അമേരിക്ക എന്താണ് പറയുന്നതെങ്കിൽ അമേരിക്ക പറയുന്നത് മാത്രമാണ് ശരി. ഇസ്രയേലും അമേരിക്കയും പറയാണ്, ഞങ്ങൾ പറയുന്നത് കേട്ടാൽ മതി.
പന്നിത്തടം ജനറൽ വർക്കേഴ്സ് INTUC യൂണിയന്റെ നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച UDF മെമ്പർമാരെ അനുമോദിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് ഷർഫു പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി അക്ബർ അലി, ജില്ലാ സെക്രട്ടറി സുരേഷ് മമ്പറമ്പിൽ, OS വാസുദേവൻ, സലാം വലിയകത്ത്, ഷൈജൻ, MP സിജോ, PU പ്രകാശൻ, CV ജോസ് എന്നിവർ സംസാരിച്ചു. ഹിന്ദു ഏകതാ സമിതി വടക്കേക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകതാ സമ്മേളനം നടത്തി. കൗക്കാനപ്പെട്ടി കപ്ലിയങ്ങാട് ക്ഷേത്ര മൈതാനിയിൽ നടന്ന സമ്മേളനത്തിൽ കപ്ലിയങ്ങാട് ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് പ്രമോദ് കിളിയംപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. പ്രബുദ്ധ കേരളം മാസിക എഡിറ്റർ സ്വാമി നന്ദാത്മജാനന്ദ ഏകതാ സന്ദേശം നൽകി. സേവാഭാരതി സംസ്ഥാന സെക്രട്ടറി K സുരേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചവാദ്യം കലാകാരൻ ഉണ്ണി കല്ലൂർ, സംഘചാലക് PN മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. K പ്രവീൺ സ്വാഗതവും MV ശ്രീകുട്ടൻ നന്ദിയും പറഞ്ഞു. സുനിൽ കൗക്കാനപ്പെട്ടി, ദിലീപ് കിളിയംപറമ്പിൽ, KK രഞ്ജിത്ത്, സുരേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മാതൃസമിതിയുടെ മെഗാ തിരുവാതിരയും അരങ്ങേറി. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പഴഞ്ഞി സെന്റ് മേരീസ് സിറിയൻ ഇടവകയുടെ നേതൃത്വത്തിൽ സുവിശേഷ മഹായോഗം സംഘടിപ്പിച്ചു. ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് നടന്ന സുവിശേഷ മഹായോഗത്തിന്റെ ഉദ്ഘാടനം സഭാ മേലധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. തുടർന്ന് നടന്ന വചന ശുശ്രൂഷയ്ക്ക് ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ നേതൃത്വം നൽകി. ഇടവക ഗായക സംഘത്തിന്റെ ഗാന ശുശ്രൂഷയും ഉണ്ടായിരുന്നു. യോഗാനന്തരം സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. സുവിശേഷ യോഗത്തിന് വികാരി ഫാദർ മൈക്കിൾ ഗീവർഗീസ്, പള്ളി സെക്രട്ടറി PK സക്കറിയ, ട്രഷറർ സത്യൻ ചീരൻ എന്നിവർ നേതൃത്വം നൽകി. ചാവക്കാട് മുനിസിപ്പാലിറ്റി ഹിന്ദു ഏകതാ സമ്മേളനം നടന്നു. ദ്വാരക മഹാവിഷ്ണു ക്ഷേത്രം കൃഷ്ണയാനം ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനം മുന്നൂലം നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. സാഹിത്യകാരൻ രാധാകൃഷ്ണൻ കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. വിഷ്ണുനാമ പ്രചാരണ സഭ അധ്യക്ഷൻ സൺറൈസ് ശ്രീനിവാസൻ മുഖ്യാതിഥിയായി. മൗനയോഗി ഹരിനാരായണൻ അനുഗ്രഹ പ്രഭാഷണവും വിദ്യാസാഗർ ഗുരുമൂർത്തി മുഖ്യപ്രഭാഷണവും നടത്തി. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ ആദരിച്ചു. തുടർന്ന് മെഗാ തിരുവാതിര, വീരനാട്യം എന്നിവ അരങ്ങേറി. ബേബി കരിപ്പോട്ട്, സുരേഷ് തിരുവത്ര തുടങ്ങിയവർ സംസാരിച്ചു. ബാബു താമരശ്ശേരി, സുധീർ പണിക്കർ, KG രാധാകൃഷ്ണൻ, ഷിജു, മനോജ് എന്നിവർ നേതൃത്വം നൽകി. ബ്രഹ്മകുളം വൈലി ഭഗവതി ക്ഷേത്രത്തിൽ വൈലി മഹോത്സവം നടന്നു. രാവിലെ 5 മണിക്ക് ഗണപതി ഹോമം, 7 മണിക്ക് പ്രഭാത പൂജ എന്നിവ നടന്നു. മുല്ലപ്പള്ളി സത്യനാരായണൻ തിരുമേനി പൂജാ കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉച്ചതിരിഞ്ഞ് 3:30 വൈലി ഭഗവതിയുടെ തിടമ്പേറ്റി ഗജവീരനെ അണിനിരത്തി കരുവന്തല സുരേഷിന്റെ പ്രമാണിത്വത്തിലുള്ള മേളത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. വൈകിട്ട് 6:30 ദീപാരാധനയ്ക്ക് ശേഷം 7 മണിയോടെ പ്രാദേശിക പൂരങ്ങൾ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേർന്നു. രാത്രി 10 മണിക്ക് തായമ്പകയെ തുടർന്ന് താലം വരവുണ്ടായി. പുലർച്ചെ പൂരം എഴുന്നള്ളിപ്പും ശേഷം ഗുരുതി തർപ്പണവും നടന്നതോടെ സമാപനമായി. മഹോത്സവത്തോടനുബന്ധിച്ച് തമ്പോലം, പൂത്താലം വരവ്, തിറ, കാളകളി, മരംകൊട്ടും പാട്ടും, തിറ തുടങ്ങിയ കലാരൂപങ്ങളും ക്ഷേത്ര സന്നിധിയിലെത്തി ആഘോഷത്തിന്റെ ഭാഗമായി. പുന്നയൂർ പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനം ദേശമംഗലം കൊട്ടിപ്പാറ ശുദ്ധ വിഗ്രഹ തീർത്ഥപാദർ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. കുമരങ്കോട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര മൈതാനിയിൽ നടന്ന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് കരുണാകരൻ അധ്യക്ഷനായി. ജില്ലാ ബൗദ്ധിക് ശിക്ഷൻ പ്രമുഖ് E അരുൺകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. വത്സലൻ പുന്നയൂർ, TA കുമാരൻ, മിഥുൻ കുന്നത്ത്, MS നിഖിൽ, അമ്മു കുഞ്ഞൻ, അഖിൽ അകലാട്, യദുകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,590 രൂപ, പവന് 1,16,720 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 270 രൂപ. ചർമ്മം കുന്നുകുളം ആനായിക്കൽ തോന്നിയങ്കാവ് ക്ഷേത്ര സമീപം പൊന്നരാശ്ശേരി പരേതനായ ശ്രീധരൻ ഭാര്യ ശിവകാമിനി നിര്യാതയായി 76 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടത്തി. സീമ, സീന, ശ്രീജിത്ത് എന്നിവർ മക്കളാണ്.
എരനെല്ലൂർ സ്വദേശി ഒമാനിൽ നിര്യാതനായി. എഴുത്തുപുരയ്ക്കൽ പരേതനായ ബാലൻ മകൻ സുരേഷാണ് മരിച്ചത്. 59 വയസ്സായിരുന്നു. നാട്ടിലെത്തിച്ച മൃതദേഹം തിങ്കളാഴ്ച വീട്ടുവളപ്പിൽ സംസ്കാരം നടത്തി. ദമയന്തി മാതാവും ഷീബ ഭാര്യയുമാണ്. അവിനാഷ്, ആശ, ലക്ഷ്മി എന്നിവരാണ് മക്കൾ. തളി പിലാക്കാട് വെളുത്തേടത്ത് കിഴക്കേതിൽ ഗംഗാധരൻ മാസ്റ്റർ നിര്യാതനായി. 91 വയസ്സായിരുന്നു. പരേതയായ ജാനകി അമ്മയാണ് ഭാര്യ. അനിൽ, സുനിൽ, അജീഷ് എന്നിവർ മക്കളാണ്. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് പാമ്പാടി ഐവർ മഠത്തിൽ നടക്കും. പഴഞ്ഞി ഐനൂർ മുതിരമ്പറമ്പത്ത് ചന്ദ്രൻ നിര്യാതനായി. 65 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ശാന്തിനി ഭാര്യയും ശില്പ, ശരത് എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തീയതി കുറിച്ചതോടെ ആവേശ പോരാട്ടത്തിലേക്ക് രാഷ്ട്രീയ കേരളം. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വേഗത്തിൽ നടത്തിയതിന്റെ ആത്മവിശ്വാസത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ പ്രചരണത്തിനിറങ്ങി. UDF NDA സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി കഴിയുന്നതോടെ വേനൽ ചൂടിനെ വെല്ലുന്ന രാഷ്ട്രീയ ചൂടിലേക്ക് നാട് പ്രവേശിക്കും. കുന്നംകുളം പൊർക്കളേങ്ങാട് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ വൈദ്യുതി തൂണിലിടിച്ച് ഡ്രൈവർക്ക് ദാരുണാന്ത്യം. പൊർക്കളേങ്ങാട് സ്വദേശി മുസ്ലിം വീട്ടിൽ മജീദിന്റെ മകൻ 49 വയസ്സുള്ള ഇല്യാസാണ് മരിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തി നറുക്കെടുപ്പ് ബുധനാഴ്ച. 56 അപേക്ഷകൾ ലഭിച്ചതിൽ 7 അപേക്ഷകൾ തള്ളി. ഇപ്പോഴത്തെ മേൽശാന്തി മൂർത്തിയെടുത്ത് സുധാകരൻ നമ്പൂതിരി നറുക്കെടുക്കും. മില്ലുകാർ നെല്ല് സംഭരിക്കാത്തത് കർഷകർക്ക് തിരിച്ചടിയാകുന്നു. ചാലിശ്ശേരി പഞ്ചായത്ത് പെരുമണ്ണൂർ പാടശേഖരത്തിൽ കിലോ കണക്കിന് നെല്ലാണ് കെട്ടിക്കിടക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.